السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ومن يقل بالقوة المودعة فذاك بدعي فلا تلتفتي. നമ്മൾ പറഞ്ഞല്ലോ നാല് അഭിപ്രായങ്ങളാ ലോകത്ത് മൗജൂദാത്തിനെ കുറിച്ച്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖസ്ദ് ഇഖ്തിയാർ കൊണ്ട് മാത്രമാണ് എല്ലാ തഫ്സീറുകളും. ഒരു വസ്തുവിനും ഒരു നിലക്കും തഫ്സീർ ഇല്ല അല്ലാത്തൊരു വസ്തു. മറ്റൊരു കൂട്ടർ പറഞ്ഞു അല്ല, വസ്തുക്കൾ അതിന്റെ തബയ്യത്ത് കൊണ്ട് തഫ്സീർ ചെയ്യും. വേറൊരു കൂട്ടർ പറഞ്ഞു ഇല്ലത്ത് താമത്ത്, ഇല്ലത്ത് കൊണ്ട് തഫ്സീർ ചെയ്യും. ഈ ഇല്ലത്ത് കൊണ്ട് തഫ്സീർ എന്ന് പറഞ്ഞതും തബിയത്ത് കൊണ്ട് തഫ്സീർ ചെയ്യും എന്ന് പറഞ്ഞാൽ ശുദ്ധ കുഫറാണ്. എന്നാ മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, ഈ വസ്തുക്കളിൽ അള്ളാഹു നിക്ഷേപിച്ച ഒരു മുൻകൂറായ കുദ്റത്ത് കൊടുത്തിട്ടുണ്ട്, ആ കുദ്റത്ത് കൊണ്ട് അവ തഫ്സീർ ചെയ്യുകയാണ്. ഇതാണ് ഇനി ആ കൗല്. അതാ വമൻ യഖുൽ ഹുക്മുൽ ഖൗലി ബിൽ ഖുവ്വത്തിൽ മൂദഅ, ഈ വസ്തുക്കളിൽ അസ്ബാബുകളിൽ അല്ലാഹു തആലാന്റെ ഭാഗത്ത് നിന്ന് നിക്ഷേപിക്കപ്പെട്ടൊരു ഖുദ്റത്തുണ്ട്, ആ ഖുദ്റത്ത് കൊണ്ടാണ് തഫ്സീർ ചെയ്യുന്നത് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നമ്മളെ മുഅ്തസിലത്ത് വഹാബി മൗദൂദിയത്ത് ഒക്കെ ശരിക്ക് മുഅ്തസിലത്തിന്റെ രൂപഭേദങ്ങളാണ്. അവര് പറയുന്നത് എന്താ? വമൻ യഖുൽ മിൻ അഹ്ലി സൈഗി, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വ്യതിചലിച്ച ചില ആളുകൾ പറയുന്നുണ്ട്. എന്താണത്? ഇന്ന ഹാദിഹിൽ ഉമൂറൽ ആദിയത, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആദിയായ കാര്യങ്ങള്, ഭക്ഷണം കഴിക്കുക വിഷമാറാന്, വെള്ളം കുടിക്കുക ദാഹം മാറാന്, തീയിലിടുക കരിയാന്, വെട്ടുക മുറിയാന്, ഇങ്ങനെയൊക്കെയുള്ള ആദിയായിരിക്കുന്ന കാര്യങ്ങൾ തുഅസ്സിറു, അത് പ്രതിഫലനം സൃഷ്ടിക്കും എന്ന് പറഞ്ഞാൽ ഖൽഖ് ഇജാദ് ചെയ്യും. എങ്ങനെ? ബിൽ ഖുവ്വത്തിൽ മൂദഅ, അതിൽ നിക്ഷേപിക്കപ്പെട്ട ഒരു, അതാണ് കൊടുത്ത കഴിവ് എന്ന് പറയും. കൊടുത്ത കഴിവ് തൊണ്ടല്ല, അള്ളാഹു അവക്ക് കൊടുത്ത കഴിവ് എന്ന്. ഒരു ശരാശരി കഴിവ് അള്ളാഹു തആല നേരത്തെ മുൻകൂട്ടി ഇവക്കൊക്കെ അങ്ങോട്ട് നൽകിയിട്ടുണ്ട്. അത് നേരത്തെ നൽകി വെച്ചു. ഇനി ഇപ്പൊ ഓരോന്നും ചെയ്യുന്ന സമയത്ത് അവരവര് ചെയ്യാണ്. നമ്മളെ കുരുക്കളെ മൊബൈൽ കൊടുക്കും പോലെ കൊടുത്തു എന്നാണല്ലോ പറഞ്ഞേ. അറിഞ്ഞ അങ്ങനെ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അത് ഔലിയാക്കന്മാർക്കായാലും വേണ്ടിയില്ല, അമ്പിയാക്കന്മാർക്കായാലും വേണ്ടിയില്ല, അല്ലാത്ത സാധാരണക്കാർക്കായാലും വേണ്ടിയില്ല, നേരത്തെ കൊടുത്തു വെച്ച ഖുദ്റത്ത് കൊണ്ടാണ് ചെയ്യുന്നത്. ഐ ബിവാസിതത്തി ഖുവ്വത്തിൻ, ഒരു ഖുവ്വത്ത് വാസിതയായിട്ടാണ് തഫ്സീർ ചെയ്യുന്നത്. എങ്ങനത്തെ ഖുവ്വത്ത്? അത് സ്വന്തമുള്ളതല്ല, തബിയത്തല്ല, ഇല്ലത്തല്ല, ഒന്നുമല്ല. പിന്നെ ഔദഅഹ, ആ ഖുവ്വത്തിനെ നിക്ഷേപിച്ചതാണ് അല്ലാഹു സുബ്ഹാനഹു ജല്ല ജലാലുഹു ഫീഹാ, ആ വാസിതയിൽ. ഖുദ്റത്തൊക്കെ അള്ളാഹിൻ്റെതാണ്, അള്ളാഹ് കൊടുത്തതാ. നേരത്തെ മൊബൈൽ കൊടുത്തേക്കാണ് കൊടുത്തേക്കുക. ആ കൊടുത്തിട്ടാ പിന്നെ ഓൽക്ക് കിട്ടിയല്ലോ. പിന്നെ മൊബൈൽ വാങ്ങിയപ്പോ ഓരോരുത്തർക്കും വിളിച്ചു ഞാൻ അതൊന്ന് വിളിക്കട്ടെ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, വിളിക്കാൻ വേണ്ടി എന്നല്ലേ കൊടുത്ത്. അപ്പോ ഓരോന്നിനും തഫ്സീർ ചെയ്യുന്നത് അപ്പോൾ ഈ വാസിത തന്നെയാണ്. പക്ഷെ അയാളുടെ സ്വന്തം അല്ലത്, അള്ളാഹ് നേരത്തെ കൊടുത്തതാണെന്ന് മാത്രം. ഇതുപോലെ കമാനൽ അബ്ദ യുഅസ്സിറു, ഇതുപോലെ വിശ്വാസം തന്നെ. ഒരു അടിയാൻ, അത് ഔലിയ ആയാലും വേണ്ടിയില്ല, അല്ല നബി ആയാലും വേണ്ടിയില്ല, ഒരു അബ്ദ്, അള്ളാഹ് അല്ലാത്ത ഓർക്ക് അബ്ദ യുഅസ്സിറു, അവന്റെ അഫ്ആലുകളെ ഖൽഖ് ചെയ്യുന്നതിൽ തഫ്സീർ ചെയ്യുന്നുണ്ട്. ബി ഖുദ്റത്തിഹിൽ ഹാദിസ, അബ്ദൻ ഹാദിസ ആണെങ്കിൽ അബ്ദിൽ കൊടുക്കപ്പെട്ട ഖുദ്റത്തു ഹാദിസ ആയിരിക്കുമല്ലോ. എങ്ങനത്തെ ഖുദ്റത്ത്? അല്ലത്തി ഖലഖഹ അല്ലാഹു ഫീഹി, ഈ അബ്ദിൽ അല്ലാഹു തആല ഖൽഖ് ചെയ്തതായ ഹാദിസായ ഖുദ്റത്ത് കൊണ്ട് തഫ്സീർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഉദാഹരണം ഫന്നാറു തുഅസ്സിറു, ഈ കരിയ എന്ന വിഷയത്തിൽ തീ സ്വാധീനം ചെലുത്തും, പ്രതിഫലനം ഉണ്ടാക്കും. ബിഖുവ്വത്തിൻ, സ്വന്തം ഖുവ്വത്ത് കൊണ്ടല്ല, ഖലഖഹ അല്ലാഹു ഫിഹാ, ആ തീയിൽ അള്ളാഹു നേരത്തെ കൊടുത്തു വെച്ച, ഖൽഖ് ചെയ്തു വെച്ച ഖുദ്റത്ത് കൊണ്ട്. ഭക്ഷണത്തിൽ അള്ളാഹു തആല നേരത്തെ ഖൽഖ് ചെയ്തു വെച്ച ഖുദ്റത്ത് കൊണ്ട് വിഷമം മാറ്റുന്നു.
വെള്ളത്തിലുള്ള അള്ളാഹു തആല നേരത്തെ ഖൽഖ് ചെയ്തു വെച്ചതായിരിക്കുന്ന ഖുദ്റത്ത് കൊണ്ട് ദാഹം മാറ്റുന്നു. ഇങ്ങനെ ഇങ്ങനെ പറയുന്ന കൂട്ടര് അത് കുരുക്കള് പറഞ്ഞാലും വേണ്ടിയില്ല, വഹാബികള് പറഞ്ഞാലും വേണ്ടിയില്ല, മൗദൂദികള് പറഞ്ഞാലും വേണ്ടിയില്ല. ഫദാക്ക ആ പറഞ്ഞ ആള് അള്ളാഹു നേരത്തെ കൊടുത്തു വെച്ച ഖുദ്റത്ത് കൊണ്ട് തഫ്സീർ ചെയ്യും എന്ന് പറഞ്ഞ ചങ്ങാതി ബിദഇയ്യുൻ, ഓൻ സുന്നിയല്ല, മുബ്തദിയാണ്, ബിദഅത്തിലേക്ക് ചേർക്കപ്പെട്ടവനാണ്. നിസ്ബത്തുൽ ബിദഅത്തി, ബിദഇയ്യ് എന്ന് പറഞ്ഞ ബിദഅത്തിലേക്ക് നിസ്ബ, ഓൻ ബിദഅത്തുകാരനാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഖിലാഫ സുന്ന, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരുകാരായ മുബ്തദിയത്തിന്റെ വാദാണ്. അല്ലാഹു തആല നേരത്തെ ഖുദ്റത്ത് കൊടുത്തു വെക്കുന്നു, ആ കൊടുത്തു വെച്ച ഖുദ്റത്ത് കൊണ്ടിട്ട് അബ്ദ് തന്നെ ഖൽഖ് ചെയ്യാണ്, തഫ്സീർ ചെയ്യാണ് എന്ന് പറയുന്നത് കാഫിർ എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും ശുദ്ധ മുബ്തദിയാണ്, മുഅ്തസില വാദമാണ്. അത് ഏറ്റെടുത്ത് നടക്കുന്ന വഹാബി മൗദൂദികളുടെ വാദമാണ്. എന്താ ഓൻ ബിദഅ എന്നറിയാൻ കാരണം ലിഅന്നഹു, ഈ ചങ്ങാതി ലം യതമസ്സക്, അവൻ മുറുകെ പിടിച്ച് ജീവിച്ചില്ലല്ലോ, ബിസുന്നത്തി സലഫി സ്വാലിഹ്, സലഫു സ്വാലിഹീങ്ങളാവുന്ന മഹാന്മാരാ സ്വഹാബത്തിന്റെയും താബീങ്ങളുടെയും മാർഗം അല്ലല്ലോ സ്വീകരിച്ചത്. ഈ സഹാബത്താവുന്ന സലഫ് ഏത് മാർഗം അല്ലെത്തി, എങ്ങനത്തെ സുന്നത്ത് സലഫ്, അഹദൂഹ, ആ സലഫിന്റെ സുന്നത്തിനെ സലഫ് സ്വീകരിച്ചത് അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് നേരിട്ട് സ്വീകരിച്ച ആ സുന്നത്തിന്റെ വഴി മുറുകെ പിടിക്കാത്തവനാണ്. അതുകൊണ്ടാണ് അവനെ ബിദഈ എന്ന് പറഞ്ഞത്. എന്നാലും അലൈസ ബി കാഫിരിൻ, നമ്മളെ അശായറത്തിന്റെ മദ്ഹബാണ്, മാതുരിദിയക്കളൊക്കെ പറഞ്ഞ ഒരു കാഫിർ തന്നെയാണെന്ന്. എന്നാൽ കാഫിർ അല്ല എന്നാണ് അല സ്വഹീഹ്, രണ്ട് അഭിപ്രായം ഉണ്ട് അവരെ പറ്റി. സഹിയായ അഭിപ്രായ പ്രകാരം കാഫിർ അല്ല എന്നാണ്. എന്തുകൊണ്ട് ലിമാ തഖദ്ദമ, ഈ അസ്ബാബുകൾ ഇല്ലത്തായ നിലക്കോ തബിയത്തായ നിലക്കോ സ്വന്തം തഫ്സീർ ചെയ്യുന്നു എന്നൊരു പറയുന്നില്ലല്ലോ. മറിച്ച് അല്ലാഹു തആല നേരത്തെ മുൻകൂറായി കൊടുത്തു വെച്ച ഖുദ്റത്തോട് അപ്പപ്പോൾ അവരവർ ചെയ്യുന്നു. അപ്പപ്പോൾ ചെയ്യുന്നതിൽ അള്ളാഹ്ക്ക് സ്വാധീനമൊന്നുമില്ല, അത് ഇവർക്ക് തന്നെ. പക്ഷെ നേരത്തെ അള്ള കൊടുത്തതാണല്ലോ, അപ്പൊ എങ്ങനെയും അള്ളാഹിലേക്ക് ചേർത്തി പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് കാഫറാണെന്ന് പറയുന്നില്ല എന്നാണ് സഹീഹ്. കാഫറാന്ന് പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. അപ്പൊ ഇത്തരക്കാര് അള്ളാഹു കൊടുത്ത കഴിവ്, വഹാബി പറയുന്ന കാര്യകാരണ ബന്ധത്തിന് അധീനം, എന്താ അധീനടോ, അങ്ങനെ ഒരു അധീനില്ല. അതിന് സബബ് ഹഖീഖി എന്നാ പറയാ. അത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിലില്ല. അങ്ങനെ വഹാബിയാണോ മുബ്തദിയാണെന്ന് വന്നാൽ ഫലാൽ തൽതഫിത്ത് ലിഖൗലിഹി, ഓ പറയണതിലേക്ക് നീ ശ്രദ്ധ കൊടുക്കണ്ട, തിരിഞ്ഞു നോക്കണ്ട, ഓ എന്തെങ്കിലും ചലിച്ചു പോയിക്കോട്ടെ, അത് ചൂട് നോക്കണ്ട, പൊട്ടത്തരം പറയാണ്. ബൽ യജിബുൽ ഇറാദു അൻഹു, അതിലേക്ക് ഇൽത്തിഫാത്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അതിനെ തൊട്ട് തിരിഞ്ഞു കളയൽ വുജൂബ. എന്നിട്ട് എന്ത് വേണം, തമസ്സുകു ബിഖൗലി അഹ്ലിസുന്ന, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഖൗല് മുറുകെ പിടിക്കുക. എന്താണത്? മിന്നന്നഹു ലാ തഅ്സീറ ലിമാ സിവല്ലാഹി തആല അസ്ല, തബിയത്ത് കൊണ്ടുമില്ല, ഇല്ലത്ത് കൊണ്ടുമില്ല, അല്ലാഹു തആല നേരത്തെ കൊടുത്തു വെച്ച ഖുദ്റത്ത് കൊണ്ടും അല്ല. ഒരു ജാതി തഅ്സീറും മഖ്ലൂഖാത്തിൽ ആർക്കുമേ ഇല്ല എന്നതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ. അതായത് ലാ ബിത്തബഈ, തബിയത്ത് കൊണ്ടില്ല, വലാ ഇല്ലത്തൻ, ഇല്ലത്തായിട്ടില്ല, വലാ ബിവാസിതത്തി ഖുവ്വ ഊദിയത ഫിഹാ, വഹാബി പറയും പോലെ അതിൽ നിക്ഷേപിക്കപ്പെട്ട ഖുദ്റത്തിന്റെ വാസിത കൊണ്ടുമല്ല. മറിച്ച് വഇന്നമ തഅ്സീറു ലില്ലാഹി വഹ്ദഹ, അല്ലാഹുവിന് മാത്രമാണ് ഖൽഖ് ഈജാദിലുള്ള തഅ്സീർ. ബിമഅ്നൽ ഇഖ്തിയാർ, അല്ലാഹു തആല ഫാഇൽ മുഖ്താറാണ്. അല്ലാഹു തആല ഇല്ലത്തല്ല, തബിയത്തല്ല, ആർക്കും കൊടുത്തേറ്റ ഖുദ്റത്തല്ല, മറിച്ച് അല്ലാഹു തആല ഫാഇൽ മുഖ്താറാണ്. വേണമെങ്കിൽ ചെയ്യും, വേണ്ടെങ്കിൽ ചെയ്യില്ല. അപ്പോഴേ അള്ളാഹ്ക്ക് ഒരു ഇതുള്ളൂ. അല്ല ചെയ്യാതെക്കാൻ കഴിയൂല, ഇല്ലത്ത് താമത്താന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഖുദ്റത്തിനില്ലാന്ന്. അപ്പൊ ഇഞ്ഞൊരു ഇഷ്കാലി, അല്ലാഹു തആല ഈ മഖ്ലൂഖിൽ, ഈ സബബുകളിൽ നേരത്തെ പടച്ചു കൊടുത്ത ഖുദ്റത്ത് കൊണ്ട് തഫ്സീർ ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ബിദഈയാണ്. ഓനെന്റെ ഖൗലിലേക്ക് തിരിഞ്ഞു നോക്കണ്ട എന്ന് അങ്ങനെയാണ് പറയാൻ പറ്റുമോ? ഇന്ന ബഅദ അഹ്ലിസുന്ന,
ചില അഹ്ലുസുന്നത്തിൽപ്പെട്ട ഇമാമിയങ്ങൾ തന്നെ കാലു അവര് പറഞ്ഞു പോയിട്ടുണ്ടല്ലോ, അല്ലാഹു തആല ഈ അസ്ബാബുകളിൽ നിക്ഷേപിച്ചതായ ഒരു ഖുവത്തുണ്ട്, ആ ഖുവത്തിന്റെ വാസിത കൊണ്ട് തഫ്സീർ ചെയ്യും എന്ന് പറഞ്ഞാണല്ലോ. ദഈഫായ ഖൗലാണ്. എങ്കിലും പ്രഗൽഭനായ ഇമാം ഗസാലി തങ്ങൾ ആ ഖൗലിനെ തർജീഹ് ചെയ്തിട്ടുണ്ടല്ലോ. മാത്രമല്ല വൽ ഇമാമു സുബ്കിയു, തഖിയുദ്ദീൻ സുബ്കി തങ്ങളും അങ്ങനെ തെരഞ്ഞെടുത്ത് മുഖ്താറാക്കിയിട്ടുണ്ടല്ലോ. നമ്മളെ ജമ്മിന്റെ മുസന്നിഫിന്റെ വാപ്പയാണ് തഖിയു സുബ്കി, അലി ഇബ്നു അബ്ദുൽ കാഫി, വലിയ ഇമാമ. ഇങ്ങനെ ഗസാലി ഇമാമു തങ്ങളും സുബ്കി ഇമാമു തങ്ങളും തഫ്സീർ ബിവാസിതത്തിൽ ഖുവത്തി പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഒരു സുന്നി അല്ല എന്ന് പറയുന്നില്ലല്ലോ. ഫകൈഫ യകൂനുൽ ഖായിലു ബിഹി ബിദഇയൻ, മൂദഅത്തായ ഖുവത്ത് കൊണ്ടിട്ട് തഫ്സീർ ചെയ്യും എന്ന് പറഞ്ഞോല് ബിദഅയാണ്. ഗസാലി ഇമാം ബിദഅയാണ് അറിയണ്ടേ, സൂക്കി ഇമാം ബിദഅയാണ് അറിയണ്ടേ. അതുപോലെ വേറെയും കുറെ ആളുകൾ പറഞ്ഞതിനോട് ഇഖ്തിയാർ ചെയ്തല്ല, പറഞ്ഞോലൊക്കെ ബിദഅകളാണെന്ന് പറയണ്ടേ. ബിദഅയാണെന്ന് പറഞ്ഞ് നിൽക്കല്ലോ. ഖൗലാനി, മൂദഅത്തായ ഖുവത്ത് കൊണ്ടിട്ട് തഫ്സീർ ചെയ്യുന്ന വിശ്വസിച്ച കാഫിർ തന്നെ ആവോ അല്ലേ എന്നുള്ള എന്റെ അഭിപ്രായമുണ്ട്. കാഫിർ ആവൂല എന്നുള്ളതാണ് റാജിഹായ അഭിപ്രായമെങ്കിലും മുബ്തദി ഏതായാലും ആവുമല്ലോ. പിന്നെ ഇവരെ എങ്ങനെയാ പറയാ? ഖുൽതു മഅനൽ ഖൗലി ബിത്തഫ്സീരി ബിൽ ഖുവത്തി, അല്ലാഹു തആല കൊടുത്ത ഖുവത്ത് കൊണ്ട് തഫ്സീർ ചെയ്യും എന്ന് പറഞ്ഞാലോ, ആര് പറഞ്ഞല്ലോ? എന്താ ബാദ് അഇമ്മത്തിന, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമുകളിൽപ്പെട്ട ചില ആളുകൾ അങ്ങനെ പറഞ്ഞല്ലോ. അതിന്റെ അർത്ഥം എനിക്ക് തിരിയാഞ്ഞിട്ടാ. ഓര് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അന്നല്ലാഹ തആല ഹുവൽ മുഅസ്സിറു വൽ ഫായിലു, അല്ലാഹ് തന്നെടോ ഖൽഖ് ഈജാദാവുന്ന തഫ്സീർ ചെയ്യുന്നത്, അല്ലാഹ് തന്നെ ഹഖീഖിയായ ഫായില്. പക്ഷേ എന്തുണ്ട് നടം? ബിസബബി തിൽക്കൽ ഖുവ്വത്തില്ലത്തി ഖലഖഹ അല്ലാഹു തആല ഫി തിൽക്കൽ അശ്യാ, ഈ അസ്ബാബുകൾ എന്ന് പറയുന്ന ഈ വസ്തുക്കളിൽ അള്ളാഹു സൃഷ്ടിച്ച ഈ ഖുവ്വത്ത് സബബായിട്ടാണ്. ഫായിൽ ഹഖീഖിയായ മുഅസ്സിർ ഫായിൽ അല്ലാഹ് തന്നെയാണ്. പക്ഷേ അള്ളാഹ് അത് ചെയ്യുന്നത് ഈ സബബിന്റെ വാസിത്തെ കൂടെയാണ്. ചുരുക്കി പറഞ്ഞ തഫ്സീറു ഇൻദഹു, ഈ പറഞ്ഞ ബഅ്ദുൽ അഇമ്മത്ത്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ബഅ്ദുൽ അഇമ്മത്തിന്റെ അടുക്കലുള്ള തഫ്സീർ ലില്ലാഹ്, തഫ്സീർ അല്ലാഹ്ക്ക് മാത്രമേ വഹ്ദഹു, അതിൽ ആർക്കും കൂറില്ല, ഈ അസ്ബാബുകൾക്കൊന്നും കൂറില്ല. സംഗതി വൈകാന, അള്ളാഹുവിന്റെ ഈ തഫ്സീർ ആണെങ്കിലും ബിവാസിതത്തി തിൽക്കൽ ഖുവ്വ, അള്ളാഹു തആല അതിൽ ഖൽഖ് ചെയ്ത ഖുവ്വത്ത് വാസിതായിട്ടാണെങ്കിലും. അപ്പൊ ഈ ഖുവ്വത്ത് വാസിതയെന്നുള്ളൂ തഫ്സീർ അല്ലാഹ്ക്ക് തന്നെ എന്നാണ് ഇവരും പറയുന്നത്. മറ്റോലങ്ങനെയല്ല പറയുന്നത്. അമ്മൽ ഖദരിയ്യത്തു, മുഅ്തസിലികളാവുന്ന ഖദർ നിഷേധികൾ ഓര് പറയുന്നത് അങ്ങനെയല്ല. ഫയൻസുബൂന തഫ്സീറ, ഈ ഖൽഖ് ഈജാദാവുന്ന തഫ്സീറിനെ അവർ ചേർത്ത് പറയുന്നു. ലിതിൽക്കൽ അശ്യായി, ഈ വസ്തുക്കളാണ് തഫ്സീർ ചെയ്യുന്നത്. എങ്ങനെ? ബിവാസിതത്തുൽ ഖുവ്വത്തി, അത് രണ്ടും രണ്ടല്ലേ. ഈ മൂദഅത്തായ ഖുവ്വത്ത് വാസിതയായിട്ട് ഈ അസ്ബാബുകളാണ് തഫ്സീർ ചെയ്യുന്നത്. ഇമാമിങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല. ഓര് പറഞ്ഞത് ലൈഫാണെങ്കിൽ പോലും ഓര് പറഞ്ഞ അതല്ല. ഓര് പറയുന്നത് അള്ളാഹു ആണ് മുഅസ്സിർ, പക്ഷെ ആ തഫ്സീറിന് ഈ ഖുവ്വത്ത് മൂദഅത്ത് സബബാവുന്നു എന്ന് മാത്രം. അത് തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? ഫർഖും ബൈനൽ ഇന്തിഖാദൈൻ, ഈ മൊബൈൽ വാദക്കാര് മൊബൈൽ കൊടുത്തേക്ക് കൊടുത്തു എന്നിട്ട് അവരെന്നെ ചെയ്യുന്നത് എന്ന് പറയുന്ന ഖൗലും അള്ളാഹു തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ അതിന് ഈ അസ്ബാബുകൾ വാസിത്താകുന്നുണ്ട് എന്ന് പറഞ്ഞു. തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഒരു മുബ്തദി അല്ലെങ്കിലും ഇല്ല, അള്ളാഹു തആലക്ക് ഒരു തബിയത്തിന്റെ ആവശ്യമില്ല, ഒരു ഇല്ലത്തിന്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ ഒരു വാസിത്തന്റെ ആവശ്യമില്ല. ഖൽഖ് അല്ലാഹു തആലന്റെ മഹ്ളായ ഖുദ്റത്ത് ഖദീമത്ത് കൊണ്ടാണ്. അതിൽ സബബുകൾക്കോ തബിയത്തുകൾക്കോ ഒന്നിനും ഒരു സ്വാധീനവും ഇല്ല. അള്ളാഹ്ക്ക് മാത്രമാണ് തഫ്സീർ, അതാണ് റാജി. എപ്പോ ഈ അസ്ബാബുകൾ ഉണ്ടാവും, അസ്ബാബ് കൊണ്ടല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ വിഷമാറാണ്, വെള്ളം കുടിക്കുമ്പോൾ ദാഹം മാറാണ്, തീയിലിടുമ്പോൾ കരിയാണ്, വെട്ടുമ്പോൾ മുറിയാണ്. വെട്ടിയത് കൊണ്ട് മുറിയല്ല, വെട്ടുമ്പോൾ മുറിയാണ്.
വെള്ളം കുടിക്കുമ്പോൾ ദാഹം മാറാണ്, വെള്ളം കൊണ്ട് ദാഹം മാറല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ദാഹം മാറാണ്, ഭക്ഷണം കൊണ്ടല്ല. ദാഹം മാറുന്നതും ഭക്ഷണം വിശപ്പ് മാറുന്നതും അതുപോലെ വെട്ടുമ്പോൾ മുറിയുന്നതും തീയിലിടുമ്പോൾ കരിയുന്നതും ഒക്കെ അള്ളാഹു ഹൽക്ക് ചെയ്യാം. ഇതാണ് ഹക്ക്. പക്ഷെ ഇങ്ങനെ ഹൽക്ക് ചെയ്യൽ സാധാരണ ഇഞ്ചറത്തിൽ ആദത്തുലിലാഹിയ, ആദത്തുലിലാഹിൽ രാജ്യന്റെ നടപ്പ് അള്ളാഹു തല ഹൽക്ക് ചെയ്യാൻ തന്നെ തസീർ ഉണ്ടായാൽ എന്താ ഈ അസ്ബാബ് ഉണ്ടാവുമ്പോഴാണ്. അസ്ബാബ് കൊണ്ടല്ല, അത് ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ്. അത്രയേ ഉള്ളൂ. ഇതിനൊന്നും തിരിയാൻ ബാക്കിയില്ല. ആ നിലക്കാണ് പറഞ്ഞാണ്. അതാണെങ്കിലോ അങ്ങനെ ക്ലിയറും കൃത്യവുമായിട്ട് പല അഖീദന്റെ കിതാബിലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പലർക്കും കൺഫ്യൂഷൻ നിൽക്കുന്നത്. ഇങ്ങനെ പറയണം. എന്നാ പിന്നെ ഞാൻ ഇതിലൊരു വസ്തുവും സംശയമില്ല. ഇനി അതിന്റെ ഈ സെൽബിയായ സിഫാത്തുകളുടെ മുജ്മലായ ഒരു ദലീൽ പറയുന്നുണ്ട്. ഇതുവരെ പറഞ്ഞത് അതിന്റെ മുഫസ്സലായ ദലീലുകളാണ്. എന്നവിടെ നിൽക്കട്ടെ. ഏതായാലും ഇതുവരെ പറഞ്ഞ ആ ഭാഗം തഫ്സീറിന്റെ ഭാഗം കുഫ്രിയത്തിന്റെ വാദം വരുന്നതും ബിദഅത്തിന്റെ വാദം വരുന്നതും അഹ്ലുസുന്നയുടെ വാദവും വേർതിരിച്ച് തഹഖീഖാക്കി പഠിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അവിടെ നിന്നോട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.